നമസ്കാരം. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നമുക്കേറെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളവർക്ക് ഏതാണ് ഈ പെൺകുട്ടി? മലയാള സിനിമയ്ക്ക് ഒത്തിരി വാഗ്ദാനങ്ങൾ നേടിയ 3 കലാകാരിമാരുണ്ട്. ആ 3 കലാകാരിമാരുടെ വാത്സല്യപുത്രി എന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ പ്രിയപ്പെട്ട കൽപ്പന ചേച്ചിയുടെ മോൾ സഖ്യ. നമസ്കാരം. ഞാൻ കുറേ ആയി അന്വേഷിക്കുന്നത്. എനിക്ക് എന്നിങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റുമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്നോട് ഉർവശി ചേച്ചി ഇവിടെ ചേർത്തല ജയൻചേട്ടന്റെ സിനിമയുടെ ലൊക്കേഷനിൽ വരുമ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഹൈദരലി തന്നെ ഇന്റർവ്യൂ എടുക്കണം. അത് ഞങ്ങൾ തമ്മിലൊരു സീറ്റിംഗ് ഇരിപ്പുവശമാണ് കേട്ടോ. എന്നിൽ വിശ്വാസമാണ് ഉർവശി ചേച്ചിക്ക്. ഇന്നിപ്പോടെ വന്നപ്പം മൂത്ത ചേച്ചിയും കണ്ടപ്പോഴും അതിലും കൂടുതൽ വിശ്വാസം. ചേച്ചി എന്നെ ഫോണിൽ ഞങ്ങൾ ബന്ധപ്പെട്ടു. രഞ്ജിനി ചേച്ചി ഇന്ന് നേരിട്ട് കാണുമ്പോഴാണ് ഞാനാണെന്ന് ചോദിക്കുന്നത്. എന്നെ കണ്ടിട്ടുണ്ടോ അതിന് മുമ്പ്? കണ്ടിട്ടുണ്ട്. ടിവിയിലൊക്കെ നേരിട്ട് കണ്ടിട്ടില്ല, ടിവിയിലൊക്കെ കുറെ ഇന്റർവ്യൂസിൽ. അല്ലേ? എങ്ങനെ പോകുന്നു? സുഖമാണോ? സുഖം. ഒരു സിനിമയിലേക്കുള്ള വരവാണല്ലേ? അതെ. എന്താ ഇത്ര വൈകിയത്? വൈകിയ സമയം വരുമ്പോ ലാലേട്ടമ്മ എന്തൊരു സമയം ഉണ്ടല്ലോ. സത്യം അതാണ് അല്ലേ? അതല്ലേ സത്യം. സിനിമ ഒക്കെ എങ്ങനെയുണ്ട്? ഈ പുതിയ സിനിമയാണ് ജയൻചേട്ടൻ എന്ന് വെച്ചാൽ സീനിയർ ഒരു കക്ഷിയാണ്. TV സീരിയലിലൂടെ വന്ന് സിനിമാ മേഖലയിലെത്തി രാഷ്ട്രീയം ഉൾപ്പെടെ കൊണ്ടുവന്ന ജയൻചേട്ടൻ സംവിധാനം ചെയ്യുന്ന സിനിമ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ദ്രൻ ചേട്ടന്റെ കൂടെ അഭിനയിക്കുന്നു. ഏറ്റവും കൂടുതൽ പേരായിട്ട് ഇന്ദ്രൻ ചേട്ടനും കൽപ്പന ചേച്ചി അഭിനയിച്ചേക്കണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഇന്ദ്രൻ ചേട്ടന്റെ കൂടെ അഭിനയിക്കാൻ ഒരു ഭാഗ്യമുണ്ടായി. ഉറപ്പായിട്ടും ആ സിനിമയുടെ വരവ് തന്നെ ഒരു സൂപ്പറാണ് എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റുമോ? ഇല്ല, തെറ്റൂല. എന്താന്ന് വെച്ചാൽ ഈ ഷൂട്ടിംഗ് നടക്കുമ്പോഴായിരുന്നു ഇന്ദ്രൻ സംഘ് നാഷണൽ അവാർഡ് വിൻ ചെയ്യുന്നത്. ഐ മീൻ ആ അനൗൺസ്മെന്റ് വരുന്നത്. പിന്നെ എന്തോ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ഈ പ്രോജക്ട് തുടങ്ങിയപ്പോ തന്നെ ഒരു ഡൾ മൊമെന്റ് ഇല്ല. ഞാൻ മോസ്റ്റ്ലി ഞാൻ എന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് എനിക്ക് സെറ്റിൽ അഭിനയിക്കാൻ പോകുന്നതൊക്കെ. പക്ഷെ എനിക്ക് അതിൽ ഞാൻ പറയണമെങ്കിൽ തന്നെ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ ഈ ഇന്ദ്രൻ സംഘ് ഈ ന്യൂസും കൂടി കേട്ടപ്പോ ഞങ്ങൾക്ക് ഓക്കെ, ഇതൊരു നല്ല തുടക്കമാണെന്ന് ഒരു വിശ്വാസം. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പോസിറ്റീവ് ഉണ്ടാകുമ്പോൾ നമുക്ക് വീണ്ടും ഉണർവ് വരും, ആർജവം വരും. അത്തരം ഒരു വൈബിലേക്ക് എത്തിയല്ലേ? അല്ലേ? ഞാൻ നേരത്തെ ചോദിച്ച പോലെ എന്താണ് സിനിമയിൽ വൈകിയെന്ന് വെച്ചാൽ എന്തിനും ഒരു സമയമുണ്ടെന്ന് പറയാം. നോക്കിയിരുന്നു സിനിമ അഭിനയം മോഹമുണ്ടായിരുന്നു, ഇഷ്ടമായിരുന്നു. ഇത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം തൊട്ട് ഇത് മാത്രം കണ്ട് എനിക്ക് വേറെ ഒന്നും എനിക്ക് അറിയില്ല. ഞങ്ങളെ വീട്ടിലെല്ലാരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങളുടെ ഈ ജനറേഷനിലുള്ള എല്ലാരും. ഫസ്റ്റ് എന്റെ ചേട്ടൻ, വല്യമ്മയുടെ മോൻ ചേട്ടൻ വിസ്കോമിലേക്ക് വന്നു. അപ്പൊ ഞങ്ങളുടെ മനസ്സിൽ ഓക്കെ, നമുക്ക് അഭിനയിക്കാൻ തന്നെ പോകണം. ഇത് സ്റ്റെപ്സ് എന്താണെന്നൊന്നും അറിയില്ല. കൊച്ചു തന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോകണം, അങ്ങനെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ അതിനുള്ള ട്രെയിനിങ്ങും അതൊക്കെ നമ്മൾ കടന്നു വരുമ്പോഴാണ് അറിയുന്നത് എല്ലാം പെട്ടെന്ന് എത്തിപ്പെടാൻ നമുക്ക് പറ്റില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്, അതിൻ്റെതായ എന്തൊക്കെയാ പറയുന്നത്, അതിൻ്റെതായ സ്റ്റെപ്സ് ഉണ്ട്, പടികളുണ്ട്. എന്നാലേ നമ്മൾ അവിടെ ചെന്നെത്തും. ചെറുപ്പം തൊട്ട് ഇതാണ് കണ്ടത്. അത് കാരണം ഇതിൽ തന്നെ വരാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കേട്ടും പഠിച്ചത് ഇത് തന്നെയാണ്. കേട്ടു മാത്രമല്ല, കണ്ടും പഠിച്ചു. നോർമലി ബിസിനസ് അങ്ങനെ ഒന്നും ബേസിക്കലി ഞാൻ കേട്ടുപോലും ഞങ്ങളുടെ വീട്ടിൽ വളർന്നിട്ടില്ല. സിനിമാ കാര്യങ്ങള്, സെറ്റിന്റെ കാര്യങ്ങള്, അപ്പൊ അതൊക്കെ കേട്ടാണ് വളർന്നത്. അതെ, എനിക്ക് സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ഒന്ന് കണ്ണടച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്ക് കൽപ്പന ചേച്ചിയുടെ സൗണ്ട് തന്നെയാണ് വരുന്നത്. ഞാൻ ഉള്ളിൽ നിന്നാണ് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് കൽപ്പന ചേച്ചിയുടെ സൗണ്ട് ഫീൽ ചെയ്യുകയാണ്. എല്ലാം കൊണ്ട് ആ സൗണ്ടും കൂടെ വന്നപ്പോ എനിക്ക് എവിടെയോ കൽപ്പന ചേച്ചി നിൽക്കുന്നു. അതാണ് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറായിരുന്നു. ഞങ്ങൾ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് കൽപ്പന ചേച്ചിയുടെ. അതുകൊണ്ട് എനിക്ക് ആ സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ ഒന്ന് കണ്ണെടുത്ത് ഇങ്ങനെ തുറന്ന് അതാ വന്നതേ ഞാൻ അങ്ങനെ പറഞ്ഞു. ചില കാര്യങ്ങൾ പറയുമ്പോൾ വീണ്ടും ആ സൗണ്ടിലേക്ക് തന്നെ പോവാണ്. അതുപോലെ സ്ലാങ്ങും ഒക്കെ അതുപോലെ ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പൊ അതുപോലെ നമ്മള് സിനിമയില് മിന്നിക്കും കേട്ടോ. ദൈവം അനുഗ്രഹിക്കും, ഒരു മാറ്റവുമില്ല. ഈ പറഞ്ഞ പോലെ എല്ലാ സിനിമ കേട്ട് വളർന്നു എന്ന് പറഞ്ഞു. അന്നൊക്കെ സിനിമ കേട്ട് വളരുമ്പോഴും സിനിമാ കഥകളാണ് വീട്ടിൽ പറഞ്ഞു പോകുന്നത്. പിന്നെ ഇത്ര നാളും വൈകേണ്ട ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ഇവരെല്ലാവരും സിനിമയിലാണുള്ളത്. നമ്മൾ ആരുടെയും കൈ പിടിച്ച് സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് സ്വയം വന്നാൽ മതി. ഞാൻ കൽപ്പനയുടെ മോളാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റു ചേച്ചിമാരുടെ കൊച്ചുമോളാണ് എന്ന് പറഞ്ഞ് സിനിമയിലേക്ക് വരാൻ താല്പര്യം കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യമാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഓബിയസ്ലി എന്റെ അമ്മയുടെ പേര്, അവരുടെ കുടുംബം എന്ന് വെച്ചാൽ ഇത്രയും 40 years ആയിട്ട് ഈ ഇൻഡസ്ട്രിയിലുള്ളപ്പം ഞാൻ ആദ്യം വരുമ്പോ അവരുടെ പേര് എനിക്ക് വരാതിരിക്കില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ ഞാൻ ആദ്യം വരുമ്പം ഓബിയസ്ലി ഇപ്പൊ കൽപ്പനയുടെ മകളാണ്, അല്ലെങ്കിൽ കലാരഞ്ജിനിയുടെ മകളാണ്, ഉർവശിയുടെ മകളാണെന്നുള്ള പേര് എനിക്കുണ്ടാവും. പക്ഷെ ഒരു നില ഉറപ്പിച്ച് കഴിഞ്ഞ് അവര് എന്റെ അമ്മമാരാണെന്നുള്ള പേരിൽ
അറിയപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇനി ഫ്യൂച്ചറിൽ. ഇപ്പൊ തുടക്കത്തില് ഞാൻ അവരുടെ മകളാണെന്നേ അറിയപ്പെടുകയുള്ളൂ, അതെപ്പോഴും അങ്ങനെ ആയിരിക്കും. പക്ഷെ ഇനി ഫ്യൂച്ചറിൽ വരുമ്പോൾ ശ്രീസംഖ്യയുടെ അമ്മമാരാണ് ഇവര് എന്നുള്ള പേരിൽ അത്രയും പ്രൗഡ് ആക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു ധൈര്യത്തോടു കൂടിയാണല്ലോ വരുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ഉണ്ടാകും. ഇനി ഇവരെ അറിയുന്നത് മോളുടെ പേര് വെച്ചറിയണം. അതിൽ കൂടുതലൊരു അഭിമാനം നമുക്കുണ്ടാകും. അവർക്കും വലിയ അഭിമാനമായിരിക്കും. ഇപ്പോൾ എന്തായാലും വരവിൽ അങ്ങനെ അറിയാൻ പറ്റും. അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സിനിമയില് ഉർവശി ചേച്ചിയുടെ കൂടെ തന്നെയാണ് അഭിനയിക്കുന്നത്. അതും വേറൊരു കോമ്പിനേഷൻ ആണ്. അതാണ് പുതിയ ഫസ്റ്റ് എക്സ്പീരിയൻസിൽ തന്നെ ഇങ്ങനെ ഒരു വലിയ കലാകാരിയുടെ കൂടെ ഇപ്പൊ എന്റെ ചെറിയമ്മയാണ് എന്നുള്ള കാര്യം നമ്മൾ മാറ്റി നിർത്തണം. അതെ, വലിയ കലാകാരി തന്നെയാണ്. എല്ലാരും വലിയ വലിയ ആക്ടേഴ്സ് വരെ പൊടിയമ്മയെ കുറിച്ച് അങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കും. അപ്പം എനിക്ക് അതിനെക്കാട്ടിലും പേടിയുണ്ട്. ശരി, ഒരിക്കലും ഞാൻ മോളാണെന്നുള്ള രീതിയിലല്ല ആ സമയത്ത് കാണുന്നത്, വേറൊരു ആക്ടറാണ്, അങ്ങനെ ഒരു രീതിയിലേ കാണുള്ളൂ. അപ്പൊ തെറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഓൺ സ്ക്രീനിൽ എങ്ങനെ അഭിനയിക്കും, അത്രയും വലിയൊരു കലാകാരിയുടെ കൂടെ എങ്ങനെ അഭിനയിക്കും, ആ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഈസി ആയിട്ട് കൊണ്ടുപോയി. അതൊരു ഭാഗ്യമായിട്ട് പൊടിയമ്മയുടെ കൂടെ തന്നെ എനിക്ക് അഭിനയിക്കാനും പറ്റി. സീനുകളൊക്കെ ഷൂട്ട് ചെയ്തില്ലേ? ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിൽ തോന്നിയത്? എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞ. ഓബ്വിയസ്ലി എനിക്ക് പേടിയായിരുന്നു. എല്ലാരും കുറെ എക്സ്പെക്ട് ചെയ്യും, അത് മാത്രമല്ല പൊടിയമ്മയുടെ മുമ്പിലും നന്നായിട്ട് നമ്മൾ പെർഫോം ചെയ്യണം എന്ന് തോന്നി. പക്ഷെ ആ സമയത്ത് എനിക്കതൊന്നും ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും അല്ല നടന്നത്. എനിക്ക് ചെറിയ തെറ്റുണ്ടായപ്പോൾ എനിക്ക് പൊടിയമ്മ പറഞ്ഞു തന്നു, മക്കളെ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തന്നു. അതിന്റെ കൂടെ കാർത്തു, എന്റെ വല്യമ്മയാണ്, കാർത്തു എനിക്ക് എല്ലാം പറഞ്ഞു തരും. പൊടിയമ്മ. അപ്പൊ എനിക്ക് എല്ലാം പറഞ്ഞു തന്നു. പൊടിയമ്മയുടെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയാ, ഇനിയും ലെജൻസിന്റെ കൂടെ അഭിനയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് വരട്ടെ. അപ്പൊ എനിക്ക് ഇതൊരു ചെറിയ തുടക്കമായിട്ട് തോന്നി. പൊടിയമ്മയുടെ കൂടെ തന്നെ ഫസ്റ്റ് ഇതിൽ അഭിനയിക്കുമ്പോൾ അത്രയും ഒരു വലിയ നടിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മൾ പതട്ടപ്പെടരുത്. പക്ഷെ ഓൺ സ്ക്രീനിൽ വരുമ്പോൾ എല്ലാവരും ആക്ടേഴ്സ് ആണ്, നമ്മൾ ആ ക്യാരക്ടറായിട്ട് അഭിനയിച്ച് പോവുക. അല്ല, എനിക്ക് ഈ രണ്ട് കാര്യങ്ങളാട്ടെ എന്റെ മനസ്സിൽ ഉള്ളിലേക്ക് വന്ന് പറഞ്ഞ രണ്ട് കാര്യം. ഒന്ന്, എന്നെ അറിയപ്പെടേണ്ടത് ഇനി എന്റെ പൊടിയമ്മയും പൊടിയമ്മയും കാർത്തും അറിയണ എന്നിൽ നിന്നും അറിയണം. പിന്നെ പറഞ്ഞ കാര്യം, ഞാൻ വന്ന് നിൽക്കുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ ആക്ടറാണ്, അവിടെ പൊടിയമ്മയൊന്നും ഇല്ല. അത് വലിയൊരു മനസ്സാണ് കേട്ടോ. അതെ, നമ്മൾ അങ്ങനെയാണ്, ഞാൻ പഠിച്ച രീതിയിൽ അങ്ങനെയാണ് എന്നെ ട്രെയിൻ ചെയ്തതും, ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. അപ്പൊ അത് കാരണം അവിടെ ചെന്ന് നമ്മൾ പതറരുത്, നമ്മൾ പേടിക്കരുത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും ആക്ടേഴ്സ് ആണ്, ആ ക്യാരക്ടറായിട്ട് നമ്മൾ മാറുക. അത്രേ ഞാൻ ഓർത്തിട്ടുള്ളൂ. അല്ല, അത് നല്ലൊരു മനസ്സാണ്. ഈ പറഞ്ഞതുപോലെ കുറെ നാളുകളായി സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു, സിനിമയിൽ വന്നിട്ടില്ല, ഇപ്പോഴാണ് വന്ന് സിനിമാ കഥകൾ കേട്ട് വളർന്നതാണ്. ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, ധാരാളം ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് പഠിക്കുക. അപ്പൊ അവരൊന്നും എന്താണ് ശ്രീസഖ്യ അഭിനയിക്കാൻ പോകാത്തത്, അത്തരം ഒരു ചോദ്യമൊക്കെ ഉയർന്നിരുന്നോ? ചോദിക്കും. അപ്പൊ എന്ത് പറയാറ്? ഞാൻ പറയും, അത് സമയമാകുമ്പോ വരട്ടെ. എന്താന്ന് വെച്ചാൽ അവർക്കറിയാം ഞാൻ തിയേറ്റർ ക്ലാസ്സിന് പോകുന്നുണ്ട്. സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള ചില പ്രിപ്പറേഷൻസ് അത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു 3 years 4 years ആയിട്ട്. അപ്പൊ എന്റെ ഫ്രണ്ട്സിനൊക്കെ അത് അറിയാം. അപ്പൊ അവര് ചോദിക്കുമ്പോ ഇത്രയും പഠിക്കുന്നതൊക്കെ ഫ്യൂച്ചറിൽ യൂസ് ആവുമല്ലോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും, സമയമാവട്ടെ, ഇനി ഒരു 3 വർഷമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു നമുക്കറിയാലോ, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക് സിനിമയിൽ വരുന്നതിന് മുമ്പ്. സോ ഞാൻ ഇത്രയും ടൈം എടുത്തതിന് കാരണം എനിക്ക് തോന്നുന്നു ദൈവം അനുഗ്രഹിച്ച് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് വന്ന് ഇൻഡസ്ട്രിയിൽ വരാനായിരുന്നു.